ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഹാർദിക് പാണ്ഡ്യയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമ പ്രവർത്തകനായ ഇന്ദ്രനീൽ ബസു നൽകിയിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മുംബൈ ഇന്ത്യൻസിന്റെ ആവശ്യം നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് നിരസിച്ചിരുന്നു. ഇപ്പോൾ കൊൽക്കത്തയും നിരസിച്ചു എന്നാണ് ഇന്ദ്രനീൽ ബസു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നിലവിൽ ഹാർദിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. കാരണം മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വ്യത്യസ്ത ഡിമാൻഡുകളാണ് ഉള്ളത്. അത് ഒത്തുപോകുന്നില്ല. ഹാർദിക്കിന് പകരമായിക്കൊണ്ട് ആയുഷ് മാത്രെ, ഡിവാൾഡ് ബ്രവിസ്, അൻഷുൽ കമ്പോജ് ഈ 3 സൂപ്പർ താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുംബൈയുടെ ഈ ഒരു ആവശ്യം CSK നിരസിച്ചു. പകരം ശിവം ദൂബെ, കലീൽ അഹമ്മദ് ഈ 2 താരങ്ങളെയാണ് മുംബൈ ഇന്ത്യൻസിന് വാഗ്ദാനം ചെയ്തത്. ഇത് മുംബൈ ഇന്ത്യൻസ് നിരസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഈ 2 ടീമുകൾക്കും തമ്മിൽ ഒരു ധാരണയിൽ എത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു. നിലവിൽ ഹാർദിക് പാണ്ഡ്യ കൊൽക്കത്തയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഉള്ളത്. എന്നാൽ മുംബൈയുടെ ഒരു ആവശ്യം കൊൽക്കത്ത ഇപ്പോൾ നിരസിച്ചിട്ടുണ്ട്. അതായത് റിങ്കു സിംഗ്, ഹർഷിത് റാണ ഈ 2 താരങ്ങളെയും ഹാർദിക്കിന് പകരമായി കൊണ്ട് നൽകണം എന്നായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ആവശ്യം. അതവർ നിരസിച്ചിട്ടുണ്ട്. പകരം മുഴുവനായിട്ട് ക്യാഷ് ഡീൽ നടത്താം എന്നാണ് മുംബൈ ഇന്ത്യൻസിനോട് ഇപ്പോൾ കൊൽക്കത്ത പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ്, രാജസ്ഥാൻ റോയൽസ് ഹാർദിക്കിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ മുംബൈ ഇന്ത്യൻസ് പകരമായിക്കൊണ്ട് ആവശ്യപ്പെട്ടത് യശസ്വി ജയ്സ്വാളിനെയാണ്. എന്നാൽ ഈ താരത്തെ കൈമാറാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറായില്ല. മറ്റൊരു ഫ്രാഞ്ചൈസിയായ LSGയും ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കും എന്നതിനാൽ ഹാർദിക്ക് പരിഗണിച്ച ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് LSG. പക്ഷേ മുംബൈ അവരുടെ സൂപ്പർ താരങ്ങളായ നിക്കോളാസ് പൂരൻ, മുഹ്സിൻ ഖാൻ എന്നിവരെയാണ് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം LSG നിരസിച്ചു. ഇതോടുകൂടി അതും അവിടെ നടക്കാതെ പോയി എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഹാർദിക്കിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ അത് കൊൽക്കത്ത തന്നെയാണ്. എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് ആവശ്യപ്പെട്ട താരങ്ങളെ നൽകാൻ KKR തയ്യാറായിട്ടില്ല. പകരം പണം നൽകാം എന്നാണ് കൊൽക്കത്ത ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.